ശ്യാമാംബരം എന്നും സമ്മതം പോലുള്ള സീരിയലുകളുടെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് രാഹുൽ രാമചന്ദ്രൻ എന്ന നടൻ. എന്നും സമ്മതം എന്ന സീരിയലിലെ നായിക അശ്വതിയാണ് രാഹുലിന്റെ ഭാര്യ. സീരിയൽ ലോകത്ത് തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരെക്കുറിച്ച് രാഹുൽ ഇപ്പോൾ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ്. തനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തി തങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് രാഹുൽ രാമചന്ദ്രന്റെ ഈ തുറന്നു പറച്ചിൽ. ഒരു പ്രൊജക്റ്റ് ഞാൻ ഡ്രോപ്പ് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പല ഗോസിപ്പുകളും പിന്നീട് പ്രചരിക്കുകയുണ്ടായി. ആ ഗോസിപ്പിന്റെ പേരിൽ 1.5 വർഷത്തോളം പ്രൊജക്റ്റുകളില്ലാതെ വരുമാനമില്ലാതെ ഞങ്ങൾക്ക് ഇരിക്കേണ്ടതായി വരികയും ചെയ്തു. ഞാൻ ആ പ്രൊജക്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ കാരണം എൻ്റെ ഭാര്യ അശ്വതിയാണ്. ഏത് പ്രൊജക്റ്റിൽ എന്നെ എടുത്താലും പ്രശ്നമാണ്. ഞാൻ മറ്റൊരു സ്ത്രീക്കൊപ്പം അഭിനയിക്കുന്നതിന് ഭാര്യ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു, സെറ്റിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു ഗോസിപ്പുകൾ. എന്നെ പ്രൊജക്റ്റിലേക്ക് എടുത്താൽ ഭാര്യയുടെ സമ്മർദ്ദം കാരണം ഞാൻ പാതിൽ വെച്ച് പ്രൊജക്റ്റ് ഉപേക്ഷിച്ചു പോകും എന്ന തരത്തിലുള്ള ഗോസിപ്പുകളും ഇൻഡസ്ട്രിക്കുള്ളിൽ ഒരുപാട് പ്രചരിച്ചിട്ടുണ്ടായി. നേരെ മറിച്ച് അശ്വതിക്ക് വരുന്ന അവസരങ്ങളും എൻ്റെ പേര് പറഞ്ഞ് മുടക്കാൻ തുടങ്ങി. ഭർത്താവായ ഞാൻ ഒരുപാട് പൊസസീവാണ്. അശ്വതിയെ മറ്റൊരു നടനോടൊപ്പം അഭിനയിപ്പിക്കാൻ സമ്മതിക്കില്ല, സെറ്റിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു ഗോസിപ്പ്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടുപേരുടെയും അവസരങ്ങളും നഷ്ടപ്പെടുത്തി ഏത് പ്രോജക്റ്റ് അന്വേഷിച്ച് വന്നാലും അവർ ആദ്യം ചോദിക്കുന്നത് ഇങ്ങനെ ചിലതൊക്കെ കേട്ടല്ലോ എന്നതിനെക്കുറിച്ചാണ്. 1.5 വർഷം ഞങ്ങൾ വർക്കില്ലാതെ അതിജീവിച്ചതിന് ശേഷം ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് നല്ല 2 പ്രൊജക്റ്റുകൾ കിട്ടി. നല്ല പ്രൊഡ്യൂസേഴ്സിൻ്റെ ബാനറിൽ നല്ല ചാനലുകളുള്ള വർക്കാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ പ്രശ്നക്കാരാണെന്നുള്ള കിംവദന്തികൾ സെറ്റിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ട് ഞങ്ങൾക്ക് മാനസികമായി പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഇതിനൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ ഭാര്യ അശ്വതിയാണ്. ഈ ഫീൽഡിലേക്ക് ഞാൻ വരാനുള്ള കാരണം തന്നെ അത് അശ്വതിയാണ്. ഇങ്ങനെയുള്ള ഗോസിപ്പ് പ്രചരിപ്പിക്കുന്നത് ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ ആ പേര് പുറത്തുവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വൈകാതെ അവർക്ക് അതിനുള്ള ആ പണി ഞാൻ തന്നിരിക്കും എന്നാണ് രാഹുൽ രാമചന്ദ്രൻ മറുപടി പറഞ്ഞിരിക്കുന്നത്. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ഒരു മനുഷ്യനെ തേജോവധം ചെയ്യുന്നതിനും കുറച്ചൊക്കെ ഒരു പരിധിയില്ലേ? ഇങ്ങനെയൊക്കെയാണ് രാഹുൽ ചോദിക്കുന്നത്. അതുപോലെ തന്നെ രാഹുലിൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ടു പിറകെ തന്നെ അശ്വതിയും തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ള കാരണങ്ങളും അശ്വതി ഇതിനെക്കുറിച്ച് പറയും. മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണ് രാഹുലിന് ആ ഒരു വർക്ക് അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഒരിക്കലും ഞാൻ രാഹുലിൻ്റെ അഭിനയ ജീവിതത്തിലോ രാഹുൽ എൻ്റെ അഭിനയ ജീവിതത്തിലോ തടസ്സം നിൽക്കാനോ അഭിപ്രായങ്ങൾ പറയാനോ ഒന്നും തന്നെ വന്നിട്ടില്ല. കാരണം ഞങ്ങൾക്കതിൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇതാരാണെന്നും ഇതിൻ്റെ പിന്നിൽ എന്താണ് ഉദ്ദേശമെന്നും എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. കുറച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ അതിനുള്ള പണി നൽകിയിരിക്കും എന്ന് തന്നെയാണ് അശ്വതിക്കും രാഹുലിനും ഈ ഗോസിപ്പുകൾക്കെതിരെ പ്രവർത്തിക്കുന്നവരോടുള്ള മറുപടിയായി നൽകിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് താരങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്.